ഇന്നത്തെ നമ്മുടെ കഥ എന്ന് പറയുന്നത് വളരെ ലളിതവും നിസ്സാരവുമാണ്. പക്ഷേ എനിക്ക് കണ്ടിട്ട് അത് അയ്യോ! അങ്ങനെ ചെയ്തത് വേണ്ടായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോയി. എന്തായാലും എനിക്കതൊന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ പറയാം. കമൻറ്റുകൾ കൊല്ലരുതെന്നെ. അത്രമാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഓക്കെ. നമ്മുടെ കഥ നടക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ ഒരു 2-3 ദിവസം മുന്നെയാണ്. ഒരു യാത്രയുടെ ഭാഗമായിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കാം. സമയം ഏകദേശം വെളുപ്പിനൊരു 3:30, 3:45 സമയം കൂട്ടിക്കോ. എൻ്റെ ട്രെയിൻ വരുന്നത് ഒരു 4:15, 4:30 സമയമാണ്. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുകയാണ്. ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ട്രെയിനിന് വേണ്ടി. അപ്പോൾ എൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള റാക്കിൽ ഒരു ട്രെയിൻ ഓൾറെഡി നിൽക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനവിടെ ഇരുന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചായ, കാപ്പി അവരുണ്ടല്ലോ, അവർ ആ സൈഡിൽ നിന്ന് വരുന്ന കേട്ടു. സാധാരണ ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഫസ്റ്റ് തന്നെ ഞാൻ കാപ്പി വാങ്ങാറുണ്ട്. അന്നേരം എനിക്കെന്തോ കേട്ടു, പക്ഷെ വാങ്ങാൻ തോന്നിയില്ല. സാധാരണ ഞാൻ രാവിലെ ചായ കുടിച്ച് കഴിഞ്ഞാൽ മൊത്തം പാളിപ്പോകാറുള്ളൂ. അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. കുറച്ച് കഴിഞ്ഞ് മേടിക്കാമെന്ന് കരുതി. വിളിച്ച് ഞാൻ അവർ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് വരുന്നു, വാങ്ങണോ വേണ്ടയോ എന്നുള്ള ഇങ്ങനെ കൺഫ്യൂഷനിൽ ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് വരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലുള്ള ബോഗിയുടെ ഇപ്പുറത്തെ സൈഡിലുള്ള ബോഗിയിൽ നിന്ന് ഒരുത്തൻ ഇത് കേട്ടിട്ടായിരിക്കാം വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടായിരുന്നു. പ്രായം ഏകദേശം ഒരു 28, 30 കൂട്ടിക്കും. ഏതായാലും എന്നെക്കാളും മൂത്തതായിട്ട് കണ്ടിട്ട് എനിക്ക് തോന്നി. മേ ബി എന്നെക്കാളും ഇളയതായിരിക്കും. ഇറ്റ്സ് നോട്ട് ദ പ്രോബ്ലം. അപ്പോൾ ആളിങ്ങനെ വന്ന് അപ്പോൾ ആളുടെ കയ്യിൽ നിന്ന് ചായ മേടിക്കുന്നു. അത്രയും ഞാൻ കണ്ട് നിർത്തി. ആ ഒരു സീൻ ഞാൻ കണ്ടിട്ട് ഞാൻ എൻ്റെ ഫോണിൽ കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ഇൻസ്റ്റയിൽ മെസ്സേജൊക്കെ ഇട്ടു. പിന്നെ എൻ്റെ ട്രെയിൻ എവിടെ എത്തിയെന്ന് നോക്കി. എൻ്റെ അമ്മയ്ക്ക് ഞാൻ മെസ്സേജൊക്കെ ഇട്ടു. റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുക. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം വീഡിയോസ് കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ സൈഡിലൊരു കൊച്ചു കുട്ടി വന്ന് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കുറുമ്പൊക്കെ കണ്ട് അവൻ്റെ അമ്മ അവനെക്കുറിച്ച് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളോട് പറയുന്നതൊക്കെ കേട്ടിട്ട് അതൊക്കെ കേട്ട് ഞാൻ ചിരിച്ച് ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ട് ഞാൻ ഒരു നാച്ചുറലായിട്ട് നമ്മളിങ്ങനെ നോക്കുന്ന പോലെ ആ സൈഡിലോട്ട് നോക്കിയപ്പോൾ ആ ചായക്കാരനെ അവിടെ നിൽക്കുക. ഏകദേശം ഒരു 5-10 മിനിറ്റായി 5-10 മിനിറ്റിന് ശേഷമാണ് ഞാൻ ആ ഒരു സൈഡിലോട്ട് നോക്കുന്നത്. ആ ചായക്കാരനെ അവിടെ നിൽക്കുക. ആ എത്തി നോക്കിയ ആളുടെ കയ്യിൽ നിന്ന് ചായ മേടിച്ചു. എൻ്റെ ആൾ ഫോണിൽ എന്തോ കുറച്ച് നേരം ടൈപ്പ് ചെയ്യുന്നു, എന്തോ കുത്തുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫോൺ പോക്കറ്റിൽ എടുത്ത് വെച്ചിട്ട് അകത്ത് പോയിട്ട് അവരുടെ റിലേറ്റീവ്സൊക്കെ ആയിരിക്കാം, അവരെ ഇങ്ങനെ തട്ടി വിളിക്കുന്നുണ്ട്. അവർ ഇങ്ങനെ തല ഇങ്ങനെ പൊന്തിച്ച് നോക്കിയിട്ട് എൻ്റെ കയ്യിലില്ല, അവിടെ നോക്ക് ഇവിടെ നോക്കുന്നൊക്കെ പറയുന്നുണ്ട്. മീൻസ് GPay ചെയ്യാൻ നോക്കിയിട്ട് കിട്ടിയില്ലായിരിക്കും. സോ ക്യാഷായിട്ട് കൊടുക്കാനായിരിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്. അങ്ങനെ ഓരോരുത്തരെയും വിളിക്കുന്നു, ബാഗിൽ തപ്പുന്നു, പേഴ്സിൽ തപ്പുന്നു, കാണുന്നില്ല. ആ ഒരു സമയം കൊണ്ട് ഈ ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങി. എന്ന് വെച്ചാൽ ഈ ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റ് സംഭവം കേട്ടിട്ടാണ് ഞാനിങ്ങനെ നോക്കിയത് ആ ട്രെയിനിലോട്ട്. ഹോൺ പോകാനുള്ള ഹോൺ അടിച്ചു, ഗ്രീൻ ലൈറ്റ് സിഗ്നൽ കാണിച്ചു തുടങ്ങി. ഈ ഒരു ട്രെയിൻ എൻ്റെ ഈ ഒരു സൈഡിലാണ് നിന്നത്. ഈ ഒരു സൈഡിൽ നിന്ന് ആ ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങി. അപ്പോഴും ഈ ചായ മേടിച്ച ആൾ ഈ ഓരോരുത്തരെയും വിളിച്ച് പേഴ്സും ബാഗും ഒക്കെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. ഈ ചായക്കാരനാണെങ്കിൽ ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ട്രെയിനിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുക. ഏകദേശം ആ ട്രെയിൻ ഇവിടെ നിന്നിരുന്ന അവർ ഏകദേശം എൻ്റെ ഇപ്പുറത്തെ സൈഡിൽ എത്തിയപ്പോഴാണ് ആൾ ക്യാഷ് മേടിച്ച് ആ ചായക്കടക്കാരൻ പോലും ആ ചായക്കാരൻ അങ്ങ് പോയത്. ഇക്കാര്യം പങ്കുവയ്ക്കാൻ മാത്രം എന്താ ഇതിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരാൾ ചിന്തിച്ചിരുന്നെങ്കിൽ ആൾ അത്രയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഒന്ന് നോക്കാം, മൂവ് ചെയ്യുന്ന ട്രെയിനിൻ്റെ കൂടെ പോയിട്ടാണ് ആൾ ക്യാഷ് മേടിച്ചത്. ആൾ ആ ഒരു ശബ്ദം കേട്ടിട്ടായിരിക്കാം വന്ന് എത്തി നോക്കിയിട്ട് ചായ മേടിച്ചത്. സോ ആൾക്ക് ചായ മേടിക്കണം എന്നുള്ളത് ആൾക്ക് ഓൾറെഡി അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ക്യാഷ് ആൾക്കത് ഓൾറെഡി ഒന്ന് മുൻകൂട്ടി കരുതി വെച്ചുകൂടായിരുന്നു. ആൾ മേ ബി ഗൂഗിൾ പേ ചെയ്യാമെന്ന് കരുതി കാണും, ബട്ട് നടന്നു കാണില്ലായിരിക്കാം. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ സൈഡിലോട്ട് നോക്കിയത്. ആൾ ചായ മേടിക്കുന്നത് കണ്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. ആ ഒരു സമയം കൊണ്ട് ആൾക്ക് അകത്തുനിന്ന് ഒരാളുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ചു കൊണ്ട് കൊടുക്കാമായിരുന്നു. ഗൂഗിൾ പേ വർക്കായില്ല എന്നുണ്ടെങ്കിൽ ക്യാഷ് മേടിച്ചു കൊണ്ടുവന്ന് കൊടുക്കാമായിരുന്നു. ഒന്ന് ഓർത്ത് നോക്കിയേ, ഈ വെളുപ്പിന് 3:30, 3:45 സമയം. നമ്മളായാലും ട്രെയിനിൽ നന്നായിട്ട് ഉറങ്ങണ സമയത്ത് ഇവരുടെ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജോലികളൊക്കെ ചെയ്യുന്നത്. ഇവർക്ക് കിട്ടുന്നത് മേ ബി തുച്ഛമായിട്ടുള്ള ശമ്പളമായിരിക്കും. അതിൽ തന്നെ റെയിൽവേക്ക് കൊടുക്കാനുണ്ടാവും, അല്ലെങ്കിൽ ഇവർ ഈ ചായ മേടിക്കുന്നിടത്ത് കൊടുക്കാനുണ്ടാവും, അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് തുച്ഛമായിട്ടുള്ള എമൗണ്ട് ആയിരിക്കാം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവരോട് ഇപ്പോൾ
ആൾ ട്രെയിനകത്തായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം, കുഴപ്പമില്ല. ഇത് ആൾ ട്രെയിന് വെളിയിലാണ്. ആ ട്രെയിൻ ഓടിക്കൊണ്ടിരുന്ന സമയത്താണ് ആൾക്ക് ആ ക്യാഷ് കിട്ടിയത്. ആ ആൾ കുറച്ച് നേരത്തെ അയാൾക്ക് ക്യാഷ് കൊടുത്തിരുന്നെങ്കിൽ, ഇതിപ്പോൾ 20 രൂപയാണ് ആൾക്ക് കിട്ടിയത്, കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ആൾക്കൊരു 40 രൂപയുടെ കച്ചവടം നടന്നേനെ. സോ ദ പോയിന്റ് ഈസ്, അവരെ പോലുള്ളവരോട് ഇങ്ങനെയുള്ളതൊന്നും ചെയ്യാതിരിക്കുക. ചായ മേടിച്ചില്ലെങ്കിൽ അത്രയേ ഉള്ളൂ, പക്ഷെ ചായ മേടിച്ച് ഇങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കരുത്. ഡോണ്ട് എവർ ഡു ദാറ്റ്. കഷ്ടമാണ് ഈ വെളുപ്പിനൊക്കെ ഇങ്ങനെ പണിയെടുക്കുന്നവരോടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് വെച്ചാൽ വളരെ കഷ്ടമാണ്. എനിക്ക് വളരെ വിഷമം തോന്നി. ഇതിനിപ്പോൾ എന്ത് പറഞ്ഞാലും ശരി, എനിക്ക് വളരെ വിഷമം തോന്നി.